गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ शिवगिरिशिखराग्रे दिव्यपद्मासनस्थं वरदमभयहस्तं पापविध्वंसपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम्। ॐ ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ പ്രണാമം. കർക്കിടകം 1 സമാരംഭം കുറിച്ച് കന്നി 5 സമാപനം കുറിക്കുന്ന ആത്മോപദേശ ശതക യജ്ഞാചരണത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഗുരുദേവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. എനിക്ക് ഇന്നിവിടെ മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിലെ 79ഉം 80ഉം ശ്ലോകങ്ങളാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശ ശതകം. ശ്ലോകത്തിലേക്ക് കടക്കാം. ജനിസമയം സ്ഥിതിയില്ല ജന്മി അന്യക്ഷണമതിലില്ലിതിരിപ്പത പ്രകാരം ഹനനവുമിങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതിവ മൂന്നിനുമെങ്ങുമില്ലിതോർത്താൽ ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. ശ്ലോകം 79ൻ്റെ പദാർത്ഥത്തിലേക്ക് കടക്കാം. ജനിസമയം ജനിക്കുന്ന വേളയിൽ, സ്ഥിതിയില്ല ജന്മിക്ക് നിശ്ചലതയില്ല, ജന്മി ജനിക്കുന്നവൻ, അന്വേഷണമതിൽ ജനിച്ചതിനു ശേഷം ഇല്ല നിലനിൽക്കുന്നതില്ല. ഇത് ഇരിപ്പതെപ്രകാരം ഒരേ സമയം ജന്മിയും ജനിച്ചവനും ഒന്നിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹനനവും ഇങ്ങനെ തന്നെ, ജനനത്തെ പോലെ തന്നെ മരണവും ഇങ്ങനെ തന്നെയാണ്. ആകയാലേ അതുകൊണ്ട് ജനനവുമില്ല, ജനനവുമില്ല, മരണവുമില്ല. ഇതെല്ലാം ഇവിടെ കാണുന്നതെല്ലാം ചിത്പ്രഭാവം, അറിവിൻ്റെ അത്ഭുതകരമായ ശക്തിപ്രകടനം മാത്രം. ജനിക്കുക എന്നതൊരു ക്രിയയാണ്. ക്രിയ എന്നാൽ ചലനമാണ്. ചലിക്കുന്ന ഒന്നിന് നിശ്ചലതയില്ല. ജനിക്കുന്നവനാരോ അവനാണ് ജന്മി. ജനനത്തിൻ്റെ ഉടമ അവനാണ്. നടനമാടുമ്പോഴാണ് ഒരുവൻ നർത്തകനാകുന്നത്. നടനം കഴിഞ്ഞാൽ അവൻ നർത്തകനല്ല. പാടുന്ന വേളയിൽ അവൻ നർത്തകനല്ല, ഗായകനാണ്. ക്രിയ ചെയ്യുന്ന സമയത്താണ് ക്രിയയ്ക്ക് കർത്താവുള്ളത്. ജന്മിക്ക് ജനനവേളയിൽ സ്ഥിതിയില്ല, നിശ്ചലത തന്നെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ക്രിയാകാലത്തിൽ കർത്താവിന് അതുകൊണ്ട് സ്ഥിതിയില്ല. ജനനം എന്ന ക്രിയ നടക്കുന്ന വേളയിൽ ജന്മിക്ക് അതിൽ സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല. ജനിക്കുക എന്ന ക്രിയയിൽ ജന്മി എന്ന നാമം ഒരേ സമയം വർത്തിക്കുന്നത് ഒരു വൈരുദ്ധ്യമാണ്. ജന്മി സ്ഥൈതികമായ ഒരു നിലയാണ്, അതൊരു പ്രക്രിയ അല്ല. ഈ പ്രഹേളികാജന്യമായ വാഴ്വിൻ്റെ
രഹസ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ ശ്ലോകം ധ്യാനാത്മകമായി ഇഴപിരിച്ചെടുക്കേണ്ട ഒന്നാണ്. ജനിക്കുന്ന സമയത്ത് ജന്മിക്ക് സ്ഥിതിയില്ലാതിരിക്കുകയും ജനനം കഴിഞ്ഞാൽ പിന്നെ ജന്മി എന്ന് വിളിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. ജനനം എന്ന പ്രക്രിയയിൽ നിന്നും വേറൊരു പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ അവിടെ ജന്മിക്ക് സ്ഥാനമില്ലാതെ പോകുന്നു. ഈ ലോകം ചിജ്ജട സംഘാതമാണ്. ചലനവും നിശ്ചലതയും കൂടി കലർന്നതാണ്. ബോധം നിശ്ചലമാണ്. ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കടലിൻ്റെ ആഴത്തിൽ നിശ്ചലത ഉണ്ടായിരിക്കവേ തന്നെ മുകൾ പരപ്പ് പ്രക്ഷുബ്ധമായിരിക്കും. വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ചുഴലിക്കാറ്റിൻ്റെ നാഭി നിശ്ചലമായ ഒരു കേന്ദ്രമാണ്. ഈ ശ്ലോകം ഊന്നൽ കൊടുക്കുന്നത് എല്ലാ ക്രിയകളും അറിവിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രഭാവങ്ങൾ മാത്രമാണെന്ന് പറയാനാണ്. അറിവ് ജ്ഞാതാവ് എന്ന നിലയിൽ നിശ്ചലവും ക്രിയ എന്ന നിലയിൽ ചലനാത്മകവുമാണ്. പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നു എന്നത് അറിവിൽ നടക്കുന്ന ഒരു ഭ്രമകൽപ്പനയാണ്, ഒരു യാഥാർത്ഥ്യമല്ല. ജനനവും മരണവുമെല്ലാം ആ മഹാപ്രഭാവത്തിൽ സംഭവിക്കുന്ന തോന്നലുകളാണ്. ആത്മബോധം തെളിയുമ്പോൾ ഈ പ്രഭാവത്തിൻ്റെ കാന്തികതയിൽ നിന്നും നാം മുക്തരാകും. ശ്ലോകം 80 കടക്കാം. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതീവ മൂന്നിനുമെങ്ങുമില്ലിതോർത്താൽ ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. ഇതിൻ്റെ പദാർത്ഥം: സ്ഥിതിഗതി പോലെ ഒരു വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ ചലിക്കുന്നില്ല, ചലിക്കുമ്പോൾ ആ വസ്തു സ്ഥിതി ചെയ്യുന്നുമില്ല. വിരോധിയായ, ഇങ്ങനെ സ്ഥിതിയും ഗതിയും ഒരേ സമയം ചേരാത്തതുപോലെ. സൃഷ്ടി സ്ഥിതി ലയം, സൃഷ്ടി സ്ഥിതി ലയം എന്നീ പ്രക്രിയകൾ എങ്ങൊരു ദിക്കിൽ, എങ്ങനെയാണ് ഒരേയിടത്ത് ഒത്തുവാഴും, ഒന്നിച്ചിരിക്കുന്നത്? ഇവ മൂന്നിനും, സൃഷ്ടി സ്ഥിതി ലയം ഇവ മൂന്നിനും ഗതി എങ്ങുമില്ല, സ്വതന്ത്രമായ ഒരു അസ്ഥിതയില്ല. ഇതോർത്താൽ, ഇങ്ങനെ വിചിന്തനം ചെയ്താൽ, ക്ഷിതി മുതലായവ, ഭൂമി മുതലായ എല്ലാ ഭൂതങ്ങളും ഗീരു മാത്രമാകും, വെറും വാക്കുകൾ മാത്രമാണെന്ന് ബോധ്യമാകും. പ്രപഞ്ചത്തിൽ കണ്ടുപോരുന്ന പല സംഭവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ സൂക്ഷ്മതയോടെ വിചിന്തനം ചെയ്യാതെയാണ് നാം കടന്നു പോന്നിട്ടുള്ളത്. കാണുന്നതിനെ കാണുന്നത് പോലെ സ്വീകരിച്ച് വാസ്തവമെന്ന് എണ്ണുകയാണ് നാം ചെയ്യുന്നത്. ഒരു വസ്തു ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്നറിയണം. പിന്നെ അതിന് എങ്ങനെയാണ് ചലനമുണ്ടാവുക? വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ പിന്നെ എവിടെ നിന്ന് എങ്ങോട്ട് ചലിക്കും? ചലിക്കുന്നത് ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്കാണ്. ചലനം തുടങ്ങാൻ ഒരിടം വേണം, അവസാനിക്കാൻ ഒരിടം വേണം, അതിനിടയിലുള്ള അന്തരാളവും വേണം. ആത്മാവിന് ജന്മമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനു നാശവും ഉണ്ടായിരിക്കും. ജനിപ്പിക്കണമെങ്കിൽ വേറൊന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് ഉണ്മയുണ്ടാകുന്നു. രണ്ട് ഉണ്മകൾക്ക് ഒരേയിടത്ത് ഒരേ സമയം ഇരിക്കാൻ കഴിയുകയില്ല. ഒരു മേശ വച്ചിരിക്കുന്നിടത്ത് ഒരു കസേര സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആത്മസത്ത ഏകമായിരിക്കുന്നതിനാൽ ആത്മസത്തയിൽ ചലനമില്ല. ചലനമില്ലാത്ത ഒന്നിന് നിശ്ചലമായി നിൽക്കേണ്ട ആവശ്യവുമില്ല. ചലനമില്ലാത്തത് നിശ്ചലമാകണമെന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമാണ്. പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ വൈരുദ്ധ്യതയാണ് ഈ ശ്ലോകം എടുത്തു കാണിക്കുന്നത്. സൃഷ്ടി എന്നത് ഒരു ചലനമാണ്. ലയം അല്ലെങ്കിൽ നാശം എന്ന് പറയുന്നത് വേറൊരു ചലനമാണ്. അതിനിടയിലുള്ള നിലനിൽപ്പിനെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഇതൊക്കെ ആത്മസത്തയുടെ ഏകതയെ ധ്യാനിച്ചുറച്ചവന് വെറും വാക്കുകൾ മാത്രമായി തീരും. നാം വ്യവഹാര ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും വാക്കുകളാൽ നിർമ്മിക്കപ്പെട്ട പ്രാപഞ്ചിക ബോധമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആത്മബോധത്തിൽ നിന്നും വാക്കിൻ്റെ പ്രസക്തികളെ അടർത്തി മാറ്റിയാൽ സൃഷ്ടിയെന്നും സ്ഥിതിയെന്നും ലയമെന്നും നാം പറഞ്ഞു പോരുന്ന പ്രക്രിയകളും അവസാനിക്കും. ആത്മാവ് നിശ്ചലമാണ്. ആത്മാവ് അപരിണാമിയാണ്. വാചാരംഭണം വികാരോ
നാമധേയം മൃത്തികേത്വേവ സത്യം എന്ന ചാന്തോഗ്യോപനിഷത്തിലെ വാക്യപ്രകാരം വികാരങ്ങളെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. ചട്ടിയിലും കലത്തിലും കുടത്തിലും മണ്ണ് മാത്രമേ സത്യമായിട്ടുള്ളൂ. ചട്ടിയും കലവും കുടവുമെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. ഈ 2 ശ്ലോകങ്ങളും ഞാൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഗുരുദേവ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.